കഴിഞ്ഞ ദിവസം പിന്നെ എറണാകുളത്ത് വെച്ച് ചില യുവതികൾ അറസ്റ്റിലായുണ്ടായി. എന്താ കാര്യം? ഹായ് ഓൾ, ഞാൻ അലീന. നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? ഈ വരുന്ന ജാനുവരി 25 നമ്മുടെ സ്വന്തം ദുബായിൽ വെച്ച് അലീസ ഇവന്റ്സ് ഒരു ഫാഷൻ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. പോപ്പുലർ ഫാഷൻ ഡയറക്ടർ കൊറിയോഗ്രാഫർ ഗ്രൂമറായ ഡാലി കൃഷ്ണദാസാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് പറഞ്ഞൊരു താല്പര്യം ഉണ്ടാവില്ലേ? എന്നാൽ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് രജിസ്ട്രേഷൻ ചെയ്തോളൂ. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ വർക്ക്ഷോപ്പിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുറച്ച് അടിപൊളി മോഡൽസിന് ദുബായിൽ തന്നെ February 1 നടക്കുന്ന ഇന്റർനാഷണൽ ഫാഷൻ ഷോയിൽ റാം വാക്ക് ചെയ്യാനുള്ള ഒരു സുവർണാവസരം. സോ ഡോണ്ട് മിസ് ഇറ്റ്. ഹറി അപ്പ്, സ്റ്റേ ട്യൂൺ. ബൈ. മോഡലിംഗിന്റെ മറവിൽ യുവതിയെ ദുബായിൽ എത്തിച്ച് ക്രൂരമായ ലൈംഗിക അതിക്രമത്തിനിരയാക്കിയെന്ന് പരാതി. പീഡനത്തിന് ഒത്താശ ചെയ്തത് 2 സ്ത്രീകൾ. ഇവരെ അറസ്റ്റ് ചെയ്തു. സിന്ധു, അലീന എന്നിവരാണ് പിടിയിലായത്. ഇതിന് പിന്നിൽ വൻ സെക്സ് റാക്കറ്റ് എന്ന് പോലീസ് പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജെവിൻ ടുട്ടു ചേരുന്നു. ജെവിൻ, എങ്ങനെയാണ് ഈ അന്വേഷണം ഈ പ്രതികളിലേക്ക് എത്തിയത്? വിശദാംശങ്ങൾ. മരട് പോലീസ് സ്റ്റേഷനിലാണ്. നടുക്കുന്ന ക്രൂരതയുടെ വിവരങ്ങളാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് വരുന്നത്. അല്പസമയം മുൻപാണ് ഇവിടെ നിന്ന് ഈ ഒരു സെക്സ് റാക്കറ്റ് അല്ലെങ്കിൽ മനുഷ്യക്കടത്ത് കേസിലെ പ്രതിയായ അലീന എന്ന കൊച്ചിക്കാരിയെ പോലീസ് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അലീന ഈ നേരത്തെയും പല കേസുകളിലും പ്രതിയായ വ്യക്തിയാണ്. നിലവിൽ ഇപ്പോഴുള്ള സംഭവം ഇങ്ങനെയാണ്. കൊച്ചിയിൽ നിന്നും മറ്റ് സംസ്ഥാനത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും മോഡലുകളായ യുവതികളെ ദുബായിലേക്ക് ഒപ്പം GCC രാജ്യങ്ങളിലേക്കുമൊക്കെ ഇങ്ങനെ അവിടെ മോഡലിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുപോവുക. അവിടെ എത്തിയ സമയത്ത് തന്നെ അവിടെ ഹോട്ടലിൽ വെച്ച് ലഹരി നൽകുക. ഈ ലഹരി ഉപയോഗിച്ച് ഇവരറിയാതെ ലഹരി കൊടുത്ത് ഈ ലഹരി ഉപയോഗിച്ച് അതിൽ ബോധരഹിതരാവുന്ന യുവതികളെ പലരും ചേർന്ന് ക്രൂരമായി പീഡിപ്പിക്കുക. അങ്ങനെ ക്രൂരമായ ലൈംഗിക ഉപദ്രവത്തിന് ഇരയാവുന്ന സമയത്ത് അവരുടെ ദൃശ്യങ്ങൾ പകർത്തുക. ഈ ദൃശ്യങ്ങൾ ഇവരെ കാണിച്ച് വീണ്ടും ഭീഷണിപ്പെടുത്തി പീഡിപ്പിക്കുക. ഇനി ആ ഭീഷണിക്ക് വഴങ്ങാത്ത ആളുകൾ ആണെങ്കിൽ ആ ദൃശ്യങ്ങൾ അവരുടെ ബന്ധുക്കൾക്കും മറ്റും അയച്ചു കൊടുക്കുക. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഇതിന്റെ നടക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. പോലീസുമായി സംസാരിച്ചപ്പോൾ പോലീസ് പറയുന്നത് ഇത് 1-2 യുവതികളല്ല, ചുരുങ്ങിയത് ഒരു 5 പേരെങ്കിലും നിലവിലുണ്ട്. അതിൽ 3 പേരുടെ പരാതി പോലീസ് ലഭിച്ചിട്ടുണ്ട്. ബാക്കി പരാതികൾ കൂടി പോലീസ് പരിശോധിച്ചു വരികയാണ്. ഈ 3 പേരുടെ പരാതിയും അവരുടെ രഹസ്യമൊഴിയും എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അലീന എന്ന സ്ത്രീയിലേക്കും ഒപ്പം സിന്ധു എന്ന സ്ത്രീയിലേക്കും കാര്യങ്ങൾ എത്തിയത്. സിന്ധുവിനെ തേടി പോലീസ് മുംബൈയിൽ പോയി അവിടെ നിന്നാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മരട് പോലീസ് മുംബൈയിലുണ്ട്. അവരെ നാളെ കൊച്ചിയിലേക്ക് എത്തിക്കും. ഇത് കൂടാതെ ഇനിയും ആളുകൾ ഇതിൽ പിടികൂടാനുണ്ട്. ഇന്ന് രാത്രിയും നാളെയുമൊക്കെ ആയിട്ട് മറ്റ് പ്രതികളെ കൂടെ പിടികൂടുമെന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ കാണുന്ന ഈ അലീന എന്ന ഈ കൊച്ചിക്കാരിയായ സ്ത്രീ നേരത്തെയും പല കേസുകളിലും ഉൾപ്പെട്ടയാളാണ്. അവർക്കെതിരെ നേരത്തെയും കൊച്ചിയിലൊരു ബാറിൽ അടികൂടിയതിനുള്ള കേസും അത് മറ്റ് ഗുണ്ടാ സംഘങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളുടെയൊക്കെ പേരിൽ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് വലിയ രീതിയിൽ കുപ്രസിദ്ധി ആർജിച്ച ഒരു യുവതിയാണ് അവര് തന്നെയാണ് ഇത്തരത്തിൽ മോഡലുകളെ വിദേശത്തേക്ക് മനുഷ്യക്കടത്ത് നടത്തി അവിടെ എത്തിച്ച് ഇങ്ങനെ പീഡിപ്പിച്ചതിന്റെയും അല്ലെങ്കിൽ ലൈംഗിക ഉപദ്രവം നടത്തിയത് കേസിലും മുഖ്യപ്രതിയായിരിക്കുന്നത്. ഇവിടെ പല മോഡലുകളും പേടിച്ചു വിറച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്തിയ ശേഷമാണ് കഴിഞ്ഞ മാർച്ചിൽ മരട് പോലീസിന്റെ മുമ്പിൽ പരാതിയുമായി എത്തിയത്. 3-4 പേരും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ ഈ മോഡൽ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റർമാർ എന്നൊക്കെ പറഞ്ഞ് സ്വയം അവകാശവാദം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമക്കാർ പിന്നെ ഹൈപ്പ് കയറ്റി വിടുന്ന ഇങ്ങനെയുള്ള ആൾക്കാർ പിടിക്കപ്പെട്ടു. എന്തിനാ? ഈ സെക്സ് റാക്കറ്റ് അല്ലെങ്കിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന പോലുള്ള സംഗതികളിൽ ഏർപ്പെട്ടതിന്. അതായത് പിന്നെ ജോലി വാഗ്ദാനം ചെയ്ത് പിന്നെ യുവതികളെയൊക്കെ പിന്നെ അന്യദേശത്തോട്ടും ഗൾഫ് കൺട്രീസിലോട്ടൊക്കെ കയറ്റി അയച്ച് അവരെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി അവരെ ഉപയോഗിക്കുന്ന ഒരു സംഘം. അപ്പോൾ ഇതിൽ എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം ഞാൻ എറണാകുളം ബാംഗ്ലൂരൊക്കെ ജീവിച്ചു പോയ ഒരാളാണ്. പിന്നെ എൻ്റെ ട്രാവൽസ് പരിപാടിയായിട്ട്, അതായത് ട്രാവൽ ടൂർ ഓപ്പറേറ്റിംഗ് പരിപാടിയൊക്കെ ആയിട്ട് ഞാൻ എറണാകുളത്തൊക്കെ ഉള്ളത് കാരണം എനിക്ക് ഇവിടെയൊക്കെ നടക്കുന്ന ഈ നഗരങ്ങളിൽ നടക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്ക് നല്ല ധാരണയുണ്ട്. മനുഷ്യന്മാർക്ക് ആർത്തി കൂടുതലാണ്. ഇപ്പം നമുക്ക് ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 1000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെനിക്ക് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹം ഉണ്ടാവും. അതിൽ കൂടുതൽ എനിക്ക് വേണം. അതേപോലെ തന്നെ ഇപ്പം നഗരങ്ങളിൽ ജീവിച്ചു പോകുന്ന ഒട്ടുമിക്ക ആൾക്കാരും എല്ലാവർക്കും ആർത്തി കൂടുതലാണ്. ഈ ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫ് അറ്റൈൻ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം വളരെ അധികമായിരിക്കും അവർക്ക്. കേരളത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ എറണാകുളം, ട്രിവാൻഡ്രം, കാലിക്കറ്റ് പോലുള്ള നഗരങ്ങളിലേക്ക് പഠിക്കാനോ അല്ലെങ്കിൽ മറ്റ് ഈ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് പോകുന്ന പെൺകുട്ടികളോ ആൺകുട്ടികളോ ഏറ്റവും കൂടുതൽ അവർ വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ സെക്സ് റാക്കറ്റ് അല്ലെങ്കിൽ ഈ പ്രോസ്റ്റിറ്റ്യൂഷൻ, മണി ലോണ്ടറിങ്, ഡ്രഗ് സപ്ലൈ തുടങ്ങിയിട്ടുള്ള ഇങ്ങനെയുള്ള പല വൃത്തികെട്ട പരിപാടികളിലും അവർ ഏർപ്പെട്ടു പോകുന്നു. അപ്പോൾ അതിനൊക്കെ നിയന്ത്രിക്കാനും അതിനെയൊക്കെ വശീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രോപ്പറായിട്ടുള്ള എന്തുണ്ട് ഒരു സിസ്റ്റം ഉണ്ട്. അതാണ്. അപ്പോൾ ഞാൻ എറണാകുളത്ത് ടാക്സി കുറേ കാലമായിട്ട് ഓടിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പാസഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പോലും അല്ലെങ്കിൽ ഞാൻ നേരിട്ടും അല്ലാതെയും അറിഞ്ഞ പല കാര്യങ്ങളുണ്ട്.
ഇപ്പം മലബാർ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മറ്റുള്ള ട്രിവാൻഡ്രം, കൊല്ലം പോലുള്ള മറ്റുള്ള ജില്ലകളിൽ നിന്ന് വരുന്ന പെൺകുട്ടികൾ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് സ്വയം അവരുടെ നഗ്നതാ പ്രദർശനം അല്ലെങ്കിൽ ഈ പറഞ്ഞ പച്ചക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടെ കിടന്നു കൊടുക്കുന്ന പരിപാടി അത് നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് കുറേ ഗ്രൂപ്പുകളുണ്ട്. അതിനൊക്കെ കുറേ ഗ്രൂപ്പുകളും അതേപോലെ ഇതിനൊക്കെ മോണിറ്റർ ചെയ്യാനും ഇതിനൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കാനും ഇടനിലക്കാരേറെയാണ്. നമ്മൾ 2021 തോന്നുന്നു മറ്റേ ആൻസി കബീർ മുൻ മിസ് കേരള ആയിട്ടുള്ള ആൻസി കബീറും പിന്നെ ഡോക്ടർ അഞ്ജനയോ അങ്ങനെ എന്തോ പറഞ്ഞ രണ്ടുപേരാണ് തോന്നുന്നില്ല, നമ്മളെ പാലാരിവട്ടം വൈറ്റില ഭാഗത്ത് നിന്ന് കണ്ട വെച്ചൊരു അപകടം ഉണ്ടായിരുന്നു, റോഡ് അപകടം. ആ ഹോട്ടൽ 18 ഫോർട്ട് കൊച്ചിയിലുള്ള ഹോട്ടലിൽ നിന്ന് റേവ് പാർട്ടി DJ പാർട്ടി കഴിഞ്ഞ് മടങ്ങവേ നടന്ന ഒരു ചേസിങ്ങിനിടെയാണെന്ന് തോന്നുന്നു ആ ഒരു അപകടം നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഡ്രൈവറും ഡ്രഗ് കൺസ്യൂമേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വയലറ്റ് ഗ്രൂപ്പിന്റെ ഒരു സ്ഥാപകനല്ല, അതിന്റെ എന്തോ ആണ് ഉടമയോ ഉടമയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ അയാളൊക്കെ ഈ പറഞ്ഞ കേസിൽ അകപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറയാലോ, എറണാകുളത്ത് പൊതുവെ ഒരു ക്ലീശ ഡയലോഗ് ഉണ്ട്, എറണാകുളം കൊച്ചി നശിപ്പിക്കുന്നത് മൊത്തം വരത്തന്മാരാണെന്ന്. ക്ലീശ. എറണാകുളം സിറ്റി ഇന്ന് ഇത്രയും അധികം ഈ ജോലി സാധ്യതകളും ഇത്രയധികം ഡെവലപ്ഡ് ആവാൻ കാരണം എന്താ? അത് ശരിക്കും പറഞ്ഞാൽ അന്യ ജില്ലക്കാരുടെ അല്ലെങ്കിൽ അന്യദേശക്കാരുടെ കഴിവുകൊണ്ട് കൂടിയാണ്. പിന്നെ പൊതുവെ ഈ പറഞ്ഞ കൊച്ചിക്കാരൻ ന്യായീകരിക്കുന്ന ഒരു രീതിയുണ്ട്, കൊച്ചിക്കാരെല്ലാവരും തികഞ്ഞവരാണ്, അല്ലെങ്കിൽ ഈ കൊച്ചിയെ നശിപ്പിക്കുന്നത്, എറണാകുളം ജില്ലയെ നശിപ്പിക്കുന്നത് മൊത്തം അന്യദേശക്കാരാണെന്നുള്ളൊരു ടിപ്പിക്കൽ ക്ലീശ ഡയലോഗ്. അത് നിങ്ങൾ മാറ്റി പിടിക്കണം. കാരണം പിടിക്കപ്പെടുന്നവരിൽ കൂടുതൽ പേരും അന്യ ജില്ലക്കാരാണെന്നുണ്ടെങ്കിൽ അതിന്റെ മറവിലല്ല അതിന്റെ സഹായിയായിട്ട് അല്ലെങ്കിൽ അതിന്റെ നേതൃത്വം വഹിക്കുന്നത് കൂടുതൽ പേരും എറണാകുളക്കാരാണ്. അതുകൂടെ നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എറണാകുളത്ത് പഠിക്കാനും അല്ലെങ്കിൽ ജോലി ആവശ്യങ്ങൾക്കും പോകുന്ന ഒട്ടുമിക്ക ഇപ്പോഴത്തെ ഈ ന്യൂജൻ അല്ലെങ്കിൽ ഈ ജെൻസി വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരൊക്കെയും ഒരു 40 വയസ്സിന് താഴെയുള്ള ഒട്ടുമിക്ക പേരും, ഞാൻ അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയല്ല, ബട്ട് എന്നാലും ഒട്ടുമിക്ക പേരും ഇത്തരത്തിലുള്ള പല ആക്ടിവിറ്റീസിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡ്രഗ് കൺസ്യൂമേഷനിലെ സപ്ലൈ അല്ലെങ്കിൽ ഈ സെക്സ് റാക്കറ്റ് പോലുള്ള സംഗതികളിൽ ഒക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. അതൊന്നും അവരുടെ വീട്ടുകാരും മാതാപിതാക്കളോ അല്ലെങ്കിൽ മറ്റുള്ള സുഹൃത്തുക്കളോ ഒന്നും ആരും തന്നെ അറിയുന്നില്ല. പൈസയ്ക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെയുള്ള പല ഡേറ്റി ബിസിനസ് പരിപാടികൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ, ഇതൊക്കെ എക്സ്പോസ് ചെയ്യുമ്പം നമ്മളാരായി, നമ്മൾ അമ്മാവന്മാരാവും, അല്ലെങ്കിൽ നമ്മളൊരു സദാചാരവാദികളും അങ്ങനെ ഇങ്ങനെയൊക്കെ അവർ പറയുന്നത്. ഈ അടുത്ത് നമ്മൾ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ റിലീസ് ചെയ്ത പല ഫിലിംസ്, ഈ കഴിഞ്ഞ ഓഫീസർ ഓൺ ഡ്യൂട്ടി, കുഞ്ചാക്കോ ബോബന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നൊക്കെ പോലുള്ള പല ക്രൈം ത്രില്ലർ ഫിലിംസ് എസ്പെഷ്യലി ടാർഗറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എസ്പെഷ്യലി ഫോക്കസ് ചെയ്യുന്ന ആ ഒരു ക്യാരക്ടർ ഈ കോളേജ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇന്നത്തെ ന്യൂജൻ കുട്ടികളെയും ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഫിലിംസ്. ഇത്തരത്തിലുള്ള സിനിമകളെല്ലാം തന്നെ ഒരു നേർക്കാഴ്ച കൂടിയാണ്. നിങ്ങൾ മനസ്സിലാക്കത്തിൽ നിത്യജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതൊരു സിനിമാറ്റിക് വേ അവരെ റെപ്രസെന്റ് ചെയ്യും. അന്യദേശത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും നമ്മുടെ മക്കള് നല്ല കുട്ടിയാ, അച്ഛൻ്റെ പൊന്നുമോളാ, അച്ഛൻ്റെ പൊന്നുമോനാ, അവൻ മറ്റുള്ള ഈ മോശം പ്രവൃത്തികളൊന്നും ഏർപ്പെടില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് അത് നിങ്ങൾ മാറ്റി വെക്കണം. ഈ DJ പാർട്ടികൾ, ഈ റേവ് പാർട്ടികളൊക്കെ നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താ? അതിൽ കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഫീമെയിൽസിന് എൻട്രി ഫ്രീ ആയിരിക്കും. അതെന്താ കാരണം? അതിന് പിന്നിലൊരു സൈക്കോളജി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ബിസിനസ് മൈൻഡ് എന്നുള്ളത് എന്താ? ഈ കൂടുതലും ആൾക്കാർ ഈ ഓപ്പോസിറ്റ് ജെൻഡറിനെ അട്രാക്ട് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പോൾ കൂടുതലും ഈ അടിച്ചു പൊളിക്കുക എന്ന് പറയുമ്പം പിള്ളേർ കൂടുതൽ അവിടെ വരുന്നത് എന്തിനാ? ഒന്നുകിൽ ഈ പറഞ്ഞ ആൽക്കഹോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡ്രഗ് കൺസംഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഓപ്പോസിറ്റ് ജെൻഡർ മെയിൽ ഫീമെയിലിനെയും ഫീമെയിൽ മെയിലിനെയും അട്രാക്ട് ചെയ്യാനും അവർ തമ്മിൽ എന്തെങ്കിലും മറ്റുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് പേര് ജസ്റ്റ് ഗ്യാതറിങ് അല്ലെങ്കിൽ ഹാങ് ഔട്ട് പരിപാടിക്ക് വരുന്ന ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞ ഇതിൻ്റെ എല്ലാം പിന്നില് ഈ വലിയ ഈ മയക്കുമരുന്ന് മാഫിയ തന്നെയുണ്ട്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പോലീസ് അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസ് സേനയിലുള്ള IG DGP തുടങ്ങിയുള്ള എല്ലാ ആൾക്കാർക്കും ഇതിനെപ്പറ്റി നല്ല അറിവുണ്ട്. ബട്ട് എന്നിരുന്നാലും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കോളേജ് പഠിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെയും പോക്കറ്റിൽ കഞ്ചാവോ അല്ലെങ്കിൽ MDMA മറ്റുള്ള എന്തെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്നുകൾ ഉണ്ടാവും. ഒരു ഔട്ട് ഓഫ് 100 ഒരു 30 എന്തായാലും ഉറപ്പാണ്, ഷുവറാണ്. ഈ റെസ്റ്റോറൻറ്റ് കഫേ അല്ലെങ്കിൽ മറ്റുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ മറവിൽ ഈ ലഹരി കടത്തും ലഹരി സപ്ലൈ ഒക്കെ വളരെ സജീവമാണ്. ഹൈസ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ പോലും അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ റിച്ച് കിഡ്സ് കോസി ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒട്ടുമിക്ക പേരും ഈ 10ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കുന്ന ചെറിയ കുട്ടികൾ പോലും, പെൺകുട്ടികൾ പോലും, ആൺകുട്ടികൾ പോലും ഇങ്ങനെയുള്ള ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ ആണ് ജീവിതം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ പേരുണ്ട്. എല്ലാം ഈ പറഞ്ഞ ഇപ്പോഴത്തെ ഒരു പുതിയൊരു രീതി ഉണ്ടല്ലോ, ഈ ജെൻസി അല്ലെങ്കിൽ ഈ ന്യൂജൻ പിള്ളേരുടെയൊക്കെ ഒരു നടത്തവും അതേപോലെ ഒരു ലുക്കും ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ട്. അവർ സ്വയം ധരിച്ചിരിക്കുന്നത് അവരൊക്കെ എന്തോ സംഭവമാണ്. അവർ ഈ പറഞ്ഞ ഫ്രണ്ട്സുമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹാഷ് പോഷ് ലൈഫ് ആസ്വദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ഈ വൾഗർ ആയിട്ടുള്ള ഡ്രസ്സിങ്സ്, അല്ലെങ്കിൽ മറ്റുള്ള ഈ ഗസ്റ്റേഴ്സ്, അല്ലെങ്കിൽ മറ്റുള്ള എന്തോ ആയിക്കോട്ടെ, ഇതൊക്കെ ചെയ്യുന്നത് വലിയ സംഭവമാണെന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. അത് കൂടുതൽ ഈ വെസ്റ്റേൺ കൾച്ചറിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉള്ള ഒരു തിടുക്കപ്പാടിലാണ് ആൾക്കാർ. വെസ്റ്റേൺ കൾച്ചറൊക്കെ ഇതിന് എത്രയോ ഭേദമാണ്. ഈ ആന വാ പൊളിക്കുന്ന കണ്ടിട്ട് അണ്ണാൻ വാ പൊളിച്ചാലുള്ള അവസ്ഥ എന്താ? അതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇന്ന് ഈ പറഞ്ഞ ആക്ടിവിറ്റീസിലൊക്കെയും കൂടുതലും സ്ത്രീകളുടെ പങ്ക് അത്
പ്രശംസിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്ന് എനിക്ക് തോന്നുന്നു ഈ സ്കൂൾ കോളേജ് സ്റ്റുഡൻസിനെയൊക്കെ ഈ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ പിടിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ പിടിക്കുന്നുണ്ട്. ഞാൻ പറയാമല്ലോ, ഈ ബാംഗ്ലൂർ ബേസ്ഡ് ഈ ബസ്സൊക്കെ ഉണ്ടല്ലോ, ബസ് ഓപ്പറേറ്റർമാരും അതേപോലെ ഈ ബാംഗ്ലൂരിന് സ്ഥിരമായിട്ട് നാട്ടിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ആൾക്കാർ, മിക്ക ആൾക്കാരുടെയും കയ്യിൽ പറഞ്ഞ ഡ്രഗ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിനെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് പരിമിതിയുണ്ട്. കാരണം ഈ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരോ പോലീസ് ഉദ്യോഗസ്ഥന്മാരോ പിന്നെ എത്രയൊക്കെ തുനിഞ്ഞ്, അവർക്കൊരു പരിമിതിയില്ല. ഇപ്പം എല്ലാ വാഹനങ്ങളും എല്ലാ പാസഞ്ചേഴ്സിനെയും അവർക്ക് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ പിടിക്കപ്പെടുന്നതിൽ ഒരു 10 പേരുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ 90 പേര് സൈഡിലൂടെ ഈ സാധനങ്ങളുമായിട്ട് പോയിട്ടുണ്ടാവും. പരിമിതിയുണ്ട്. പിന്നെ കുറേയൊക്കെയും ഈ പറഞ്ഞ എന്താണ്, ഈ പണത്തിന് മേലെ പരുന്തും പറക്കില്ല എന്ന് പറയുന്നത് പോലെ കുറേയൊക്കെ ഈ പറഞ്ഞ ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇതിൻ്റെയൊക്കെ പിന്നിൽ വമ്പൻ സ്രാവുകളായിരിക്കും ഈ ഡ്രഗ് സപ്ലൈ നടത്തുന്നതും അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രോസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിട്ടുള്ള ഇങ്ങനെയുള്ള എല്ലാ സകലമായ ഡർട്ടി ബിസിനസ് നടത്തുന്നത് നമ്മൾ സമൂഹത്തിൽ നല്ല ചമഞ്ഞ് നിൽക്കുന്ന പല ഉന്നത പദവിയിലിരിക്കുന്ന ആൾക്കാരുമായിരിക്കും. ഇന്നലെ പോലും പിന്നെ അമ്മായിയപ്പൻ മരുമകളുടെ കൈപ്പത്തി മുറിച്ചു മാറ്റി, സഹോദരൻ പിന്നെ സഹോദരിയെ പീഡിപ്പിച്ചു, മകൻ അച്ഛനെ കുത്തിക്കൊന്നു, മകൻ അച്ഛനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു, മകൻ അമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഈ പത്തനംതിട്ട എറണാകുളം ഭാഗത്തൊക്കെ കഴിഞ്ഞ വർഷം ട്രെൻഡിംഗ് ലൈറ്റിൽ പോയിട്ടുള്ള ഒരു സംഭവമാണ് എന്താണ്, സഹോദരൻ സഹോദരിയെ പീഡിപ്പിക്കുക. പത്തനംതിട്ടയിൽ തന്നെ സഹോദരൻ സ്വന്തം 2 സഹോദരികളെ പീഡിപ്പിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു, ബലാത്സംഗം ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ 61 പേര് കൂടെ ചേർന്ന് ഒരു പിന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണോ അല്ലെങ്കിൽ ഒരു ഓർഫനേജിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു പോക്സോ കേസ് ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള സകലമാന ഈ 3 വയസ്സുള്ള കുട്ടികളെ പോലും വെറുതെ വിടുന്നില്ല, ഈ ചെറിയ ഈ കുഞ്ഞ് മക്കളെ പോലും വെറുതെ വിടാത്ത ഈ നാരദന്മാരാണ് നമ്മുടെ ചുറ്റും. ആണും പെണ്ണും എല്ലാം കണക്കാട്ടോ, ആണും പെണ്ണും എല്ലാം ഈ ന്യൂഡിറ്റി അല്ലെങ്കിൽ ഈ വൾഗർ കണ്ടന്റ്സിനൊന്നും ഒരു പഞ്ഞമില്ല. എല്ലാ ആൾക്കാരും ഇത് തന്നെ പൈസ കിട്ടുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ വഴി സബ്സ്ക്രൈബേഴ്സും ആയിട്ടും എല്ലാതെയൊക്കെ പൈസ കിട്ടുന്നുണ്ട്. ഇവരെയൊക്കെ പിന്നെ ആനയിച്ച് പിന്നെ ആദരിച്ച് വാനോളം പൊക്കി നടക്കാൻ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരുണ്ട്. ആകെപ്പാടെ നമ്മളെ സൊസൈറ്റിയുടെ ആ ഒരു എന്താണ്, നമ്മൾ ആൾക്കാരുടെ ഒരു ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോയി. എല്ലാത്തിൻ്റെയും ഇപ്പം മാധ്യമധർമ്മം എന്താണെന്ന് പോലും ആൾക്കാർക്ക് അറിയില്ല. ഈ നമ്മുടെ ചുറ്റിലുള്ള എല്ലാ ആൾക്കാരും ഈ മോശം പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പം അതിലൊരാൾ മാത്രം വേറിട്ട് ചിന്തിക്കുക അല്ലെങ്കിൽ ഒരാൾ മാത്രം നേരായ വഴിക്ക് നടക്കുമ്പം അത് നമുക്ക് വീടായിട്ട് തോന്നും. ആൾക്കാരൊക്കെ നമ്മളെ കുറ്റം പറയും, പറഞ്ഞോട്ടെ കുഴപ്പമില്ല. ബട്ട് നമുക്കൊരു കോൺഫിഡൻസ് വേണം, നമ്മൾ മറ്റുള്ള മോശം പ്രവൃത്തികളൊന്നും ഏർപ്പെടുന്നില്ല, നമ്മൾ ശരിയാണെന്നുള്ള ഉത്തമ ബോധ്യം ഉണ്ടായാൽ മതി. എന്താണെന്നുണ്ടെങ്കിലും ബാക്കി പിന്നെ പറയാം. എനിക്ക് സമയമായി, എനിക്ക് ജോലിക്ക് പോകേണ്ടതായിട്ടുണ്ട്. എനിക്ക് ഈ കഞ്ചാവ് കടത്തിയിട്ടോ അല്ലെങ്കിൽ MDMA കച്ചവടം നടത്തിയിട്ടൊന്നും എനിക്കാരും പൈസ കൊടുത്തിരുന്നില്ല. എനിക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ അവനവൻ്റെ കാര്യം നോക്കി പോകാൻ പറ്റുള്ളൂ.